സിസ്റ്റമാറ്റിക്സ് പോർഷനിലെ നാലാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 4 സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഏതൊക്കെയാ? പ്രാക്ടിക്കൽ, ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ 2 എക്സാമ്പിൾസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിനേയസിന്റെ ക്ലാസിഫിക്കേഷനും തിയോഫ്രാസ്റ്റസിന്റെ ക്ലാസിഫിക്കേഷനും. ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഒരു ബ്രീഫ് അക്കൗണ്ട് മതി. ദെൻ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ബന്ധമാൻ ഡുക്കർ ക്ലാസിഫിക്കേഷനാണ്. ആ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലുള്ള ഫാമിലീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ ബന്ധമാൻ ഡുക്കർ ക്ലാസിഫിക്കേഷനാണ്. ദെൻ നാലാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഫൈലോജനറ്റിക്കിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? യംഗ്ലർ ആൻഡ് പ്രാൻഡലും ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും. അതിലെ ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും നിങ്ങൾക്ക് ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ലിനേയസിന്റെ ക്ലാസിഫിക്കേഷനും ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും ആണ്. സോ നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത ക്ലാസിഫിക്കേഷനൊക്കെ ഒരു എക്സാമ്പിൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആണ് ലിനേയസ് പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷന്റെ പേരാണ് സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ഒരു പേര് വരാൻ കാരണം സെക്സ് ഓർഗൻസിന്റെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ്, അതായത് ആൻഡ്രീഷ്യത്തിന്റെയും ഗൈനീഷ്യത്തിന്റെയും ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ലിനേയസ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പേര് വന്നത്. ലിനേയസിന്റെ ഫുൾ നെയിം കാൾ ലിനേയസ് എന്നാണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ലിനായിയസ് എന്നാണ് എഴുതുക. ഹി ഈസ് റിഗാർഡഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി, ക്രിയേച്ചർ ഓഫ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമക്ലേച്ചർ. ഇനിയും കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഒന്ന് മോഡേൺ ടാക്സോണമിന്റെ ഫാദർ ആണ്, രണ്ടാമത് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമക്ലേച്ചറിന്റെ ക്രിയേച്ചർ ആണ്. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമക്ലേച്ചർ എന്താ? 2 പാർട്ട് നെയിം ഫോർ എ സ്പീഷീസ്. നമ്മളൊരു സ്പീഷീസിന് 2 പാർട്ടുള്ള ഒരു നെയിമാണ് കൊടുക്കുക. ചെമ്പരത്തിന്റെ 2 പാർട്ട് നെയിമാണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്. ഹിബിസ്കസ് ജീനസ് നെയിമും റോസ സൈനൻസിസ് സ്പീഷീസ് നെയിമും. ഇങ്ങനെ ഓരോ പ്ലാന്റ്സിനും 2 പാർട്ട് നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമക്ലേച്ചർ. ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ലിനേയസ് ആണ്. ഹെൻസ് he is regarded as father of binomial system of nomenclature. Professionally, he was a doctor. He conducted extensive field studies throughout Europe. And the 3 universally known works of Linnaeus are ഒന്ന് Systema Naturae 1735 പബ്ലിഷ് ചെയ്തിട്ടുള്ള Systema Naturae. ഒരുപാട് ബുക്സ് ഉണ്ട് ലിനേയസിൽ, പക്ഷെ നമ്മൾ ഈ ഒരു സിസ്റ്റമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 3 ബുക്സിനെ മാത്രമാണ് പറയുന്നത്. Systema Naturae എന്താ ഉള്ളത്? ഔട്ട്ലൈൻസ് ഓഫ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. Systema Naturae includes outlines of systems of classification. അതൊരു 12 പേജ് മാത്രമുള്ള ഒരു വർക്കാണ്. ദെൻ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് Genera Plantarum 1737. ഇറ്റ് ഇൻക്ലൂഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജെനറ. ആ സമയത്ത് അറിയുന്ന എല്ലാ ജീനസിന്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ജെനറ പ്ലാന്റാരം 1737. ദെൻ മൂന്നാമത്തത് സ്പീഷീസ് പ്ലാന്റാരം 1753. ഒരു 2 വോളിയം ബുക്കാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽഡ് വ്യൂസ് ഓൺ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്പീഷീസ്. ഒരു സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് സ്പീഷീസ് പ്ലാന്റാരം. ആൻഡ് സ്പീഷീസ് പ്ലാന്റാരത്തിലാണ് ഫസ്റ്റ് ടൈം ലിനേയസ് ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമക്ലേച്ചർ അപ്ലൈ ചെയ്യുന്നത്. ഇൻ ഹിസ് ട്രീറ്റിസ് Genera Plantarum 1737 he described all genera known to and accepted by him. നമ്മൾ ആദ്യമേ പറഞ്ഞു Genera Plantarum
ഡിസ്ക്രിപ്ഷൻ ഓഫ് ജനറ ആണുള്ളത്. ആ സമയത്ത് അറിയുന്നതും ലിനേസ് ആക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള എല്ലാ ജീനസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ജനറ പ്ലാന്റാരം. ദ ജനറ വേർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 24 ക്ലാസ്സസ് ബേസ്ഡ് ഓൺ നമ്പർ, യൂണിയൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേമൻ. അപ്പൊ നമ്മൾ കറക്റ്റ് ഇനി ലിനേസിന്റെ സെക്ഷൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജനറ പ്ലാന്റാരത്തില് ആ സമയത്ത് അറിയപ്പെടുന്നതും ലിനേസ് ആക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള എല്ലാ ജീനസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ജീനസിനെ എന്ത് ചെയ്തു? 24 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ബേസ്ഡ് ഓൺ ദി നമ്പർ, യൂണിയൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേമൻ. സ്റ്റേമന്റിന്റെ നമ്പർ, എത്ര സ്റ്റേമൻ ഉണ്ട്, അതേപോലെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫ്യൂഷൻ കാണിക്കുന്നുണ്ടോ, കൊഹിഷനോ അഡിഷനോ, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്, ഇതിന്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 24 ക്ലാസ് ആയിട്ട് ജീനസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. These classes were subdivided into orders based on number of pistils. And again ഈ 24 ക്ലാസ്സസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പിസ്റ്റൽസ്. കാർപ്പൽസിന്റെ നമ്പറിന്റെ ബേസിൽ ഈ 24 ക്ലാസ്സസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ സെക്ഷൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു ഔട്ട്ലൈൻ എന്താ? ജനറ പ്ലാന്റാരം 1737 ലിനേസ് നോൺ ടു ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ഹിം ആയിട്ടുള്ള ജീനസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഈ അറിയപ്പെടുന്ന ജീനസിനെ 24 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ബേസ്ഡ് ഓൺ ദി നമ്പർ, യൂണിയൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേമൻ. ആൻഡ് ദീസ് 24 ക്ലാസ്സസ് ആർ അഗൈൻ ഡിവൈഡഡ് ഇൻടു ഓർഡേഴ്സ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പിസ്റ്റൽസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലിനേസ് ആ സമയത്ത് അറിയുന്ന ജീനസിനെ മൊത്തം അല്ലെങ്കിൽ ജനറനെ മൊത്തം 24 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ഈ 24 ക്ലാസ്സസിനെ അഗെയിൻ ഓർഡേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പിസ്റ്റൽസ്. ആൻഡ് ലിനേസ് കാറ്റഗറി ക്ലാസ്സസ് 24 ക്ലാസ്സസ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ 24 ക്ലാസ്സസ് എന്ന് പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് മോർ ഓർ ലെസ് കറസ്പോണ്ട് ടു പ്രസന്റ് ഡേ ഓർഡർ. ഇപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ്സസ് ശരിക്കും ഇപ്പോഴത്തേക്ക് ഓർഡേഴ്സാ, ഇപ്പോഴത്തെ ക്ലാസിഫിക്കേഷനിലുള്ള ഓർഡേഴ്സാ. ആൻഡ് ഹിസ് കാറ്റഗറി ഓർഡർ, അതായത് എഗെയിൻ നമ്പർ ഓഫ് പിസ്റ്റലിന്റെ ബേസിൽ ക്ലാസ്സസിനെ ഓർഡേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓർഡേഴ്സ് ദേ കറസ്പോണ്ട്സ് ടു ഫാമിലീസ്. ആൻഡ് ലിനേസിന്റെ 24 ക്ലാസ്സസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. 24 ക്ലാസ്സസ് നിങ്ങൾ പഠിക്കണം എന്നില്ല. മൊണാൻഡ്രിയെ എന്ന് പറഞ്ഞാൽ ജീനസ് ഹാവിങ് സിംഗിൾ സ്റ്റേമൻ. സിംഗിൾ സ്റ്റേമൻ ഉള്ള ജീനസിനെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ് മൊണാൻഡ്രിയെ. ഡയാൻഡ്രിയെ എന്ന് പറയുമ്പോൾ 2 സ്റ്റേമൻ, ട്രയാൻഡ്രിയെ 3 സ്റ്റേമൻസ്, 4 ഡൈഡിനമിയെ സ്റ്റേമൻസ്. ഡൈഡിനമസ് ആണെങ്കിൽ എന്താ ഡൈഡിനമസ്? ലെങ്ത് ഓഫ് ദി ഫിലമെന്റിന്റെ ബേസിൽ ചെയ്തിട്ടുള്ളതാ ഡൈഡിനമസും ടെട്രാഡിനമസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആകെ 4 സ്റ്റേമൻ ഉണ്ടാവും. അതിൽ 2 സ്റ്റേമൻസിന്റെ ഫിലമെന്റ് ലോങ്ങും 2 സ്റ്റേമൻസിന്റെ ഫിലമെന്റ് ഷോർട്ടും ആണെങ്കിൽ അതിനെയാണ് ഡൈഡിനമസ് എന്ന് പറയാം. ദെൻ ടെട്രാഡിനമിയ, ഡയാഡൽഫിയ, പോളിയാഡൽഫിയ, മൊണേഷ്യ, അതായത് മൊണേഷ്യസ് ആണെങ്കിൽ. അതേപോലെ ഡയേഷ്യ, ഡയാഡൽഫിയ എന്താ? ഡയാഡൽഫസ് ആണ് സ്റ്റേമനെങ്കിൽ. ഡയാഡൽഫസ് എന്താ? ഫിലമെന്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് 2 ഗ്രൂപ്പ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ. ദെൻ മൊണാഡൽഫിയ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, മൊണാഡൽഫസ് ആണ് സ്റ്റേമനെങ്കിൽ. പോളിയാഡൽഫിയ. ഇങ്ങനെയാണ് 24 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റേമൻ എന്നുള്ള ഒരൊറ്റ ക്യാരക്ടറിന്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേമൻ ഒരു സെക്സ് ഓർഗൻ ആയതുകൊണ്ടാണ് ഇതിന് സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു പേര് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡയേഷ്യ ലാസ്റ്റ് 24 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ജനറ പ്ലാന്റാരം 1737 ആ സമയത്ത് അറിയപ്പെട്ടിരുന്ന ജീനസിനെ 24 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ബേസ്ഡ് ഓൺ ദി നമ്പർ, യൂണിയൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേമൻ. ആൻഡ് ദേ ആർ അഗൈൻ ഡിവൈഡഡ് ഇൻ ടു ഓർഡേഴ്സ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പിസ്റ്റൽസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിനേസിന്റെ അതർ വർക്ക് ആയിട്ടുള്ള സ്പീഷീസ് പ്ലാന്റാരം, മൂന്നാമത്തെ വെൽ ആക്സെപ്റ്റഡ് വർക്ക് ആയിട്ടുള്ള സ്പീഷീസ് പ്ലാന്റാരത്തിനെ കുറിച്ചിട്ടാണ്.
He published his treatise Species Plantarum, in which he has described 6,000 species under 1,000 genera. 1000 ജീനസുകളിലായിട്ട് 6000-ഓളം സ്പീഷീസുകളെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്, ഒരു 2 വോളിയം ഹാൻഡ് ബുക്കാണ് സ്പീഷീസ് പ്ലാന്റാരം. And he was very economical in the presentation of data. വളരെ ഭംഗിയായിട്ട് ജീനസിനെയും സ്പീഷീസിനെയും പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് സ്പീഷീസ് പ്ലാന്റാരം. ഡിസ്ക്രിപ്ഷൻസ് were limited to 12 words. ഓരോന്നിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ജീനസുകളൊക്കെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് 12 വേർഡ്സിൽ ചുരുക്കിയിട്ടുണ്ട്. Then followed by reference to important earlier works. അപ്പോൾ 12 വേർഡ്സിൽ ഒരു ജീനസിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷം എന്താ ഉള്ളത്? റഫറൻസ് ടു ഇമ്പോർട്ടൻറ്റ് ഏർലിയർ വർക്ക്സ്. അപ്പോൾ ആ ജീനസിന് നെയിം ചെയ്തത് ചിലപ്പോൾ ലിനേസ് ആയിരിക്കില്ല. ലിനേസിന്റെ മുന്നേ ആരോ നെയിം ചെയ്ത ഒരു ജീനസിനെയാണ് ആ സമയത്ത് അറിയപ്പെട്ട എല്ലാ ജീനസിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? സ്പീഷീസ് പ്ലാന്റാരത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1000-ഓളം ജീനസ് ഉണ്ടല്ലോ. സോ ആ ജീനസ് ഒക്കെ അതിന്റെ ഒറിജിനൽ പേപ്പറുകൾ ഉണ്ടാവും. ഏതോ ഒറിജിനൽ പേപ്പേഴ്സിൽ, ഇപ്പൊ നമ്മൾ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ജേർണലിലാണ് ഒറിജിനൽ പബ്ലിക്കേഷൻ വരിക. സോ ആ പബ്ലിക്കേഷനിലേക്കുള്ള ലിനേസിന് മുന്നേ നെയിം ചെയ്ത ആൾക്കാരുടെ പബ്ലിക്കേഷൻസിലേക്കുള്ള ഒരു റെഫറൻസ് നമുക്ക് റെഫർ ചെയ്താൽ ഈ 12 വേർഡ്സിന് പുറമെ നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു എന്താ പറയുക റെഫറൻസിലേക്ക് പോയാൽ മതി. ദെൻ ഫോളോവ്ഡ് ബൈ എ നോട്ട് ഓൺ പ്ലാന്റ്സ് ഹാബിറ്റാറ്റ്. ആ റെഫറൻസിന് ശേഷം പ്ലാന്റിന്റെ ഹാബിറ്റാറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ട്. ഇൻ ദ മാർജിൻ ഹി പുട്ട് സ്പെസിഫിക് എപ്പിത്തറ്റ് which when added to generic name give the binomial nomenclature. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഷീസ് പ്ലാന്റാരത്തിലാണ് ബൈനോമിയൽ നോമക്ലേച്ചർ സിസ്റ്റം ലിനേസ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ശരിക്കും സ്പീഷീസ് പ്ലാന്റാരത്തിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ജീനസിന്റെ മാത്രം. ജീനസിന്റെ 12 വേർഡ്സിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, then reference to important earlier work, then a note on plant habitat. അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ മാർജിനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇപ്പം ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസിനെ കുറിച്ചിട്ടാണ് ഒരു പേജിൽ ലിനേസ് എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ ആ പേജിന്റെ മാർജിനിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് കൊടുത്തിട്ടുണ്ടാവും, അതായത് അതിന്റെ സ്പീഷീസ് നെയിം. അപ്പോൾ ഹിബിസ്കസ് ജീനസ് നെയിം ഉള്ള പേജിൽ അതിന്റെ മാർജിനിൽ റോസാ സൈനൻസിസ് ഉണ്ടാവും. അപ്പോൾ ഹിബിസ്കസിന്റെ വേറൊരു സ്പീഷീസ് ആണ് ഇൻഡിക്ക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻഡിക്ക ഉണ്ടാവും. അങ്ങനെ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതേപോലെ ഹിബിസ്കസ് മ്യൂട്ടാബിലിസ് ഉണ്ടാവും. ഹിബിസ്കസ് എന്നുള്ളത് ആ പേജിലാണ് ഉണ്ടാവുക, മാർജിനിലാണ് അതിന്റെ സ്പീഷീസ് നെയിം ഉണ്ടാവുക. അപ്പം റോസാ സൈനൻസിസ്, ഇൻഡിക്ക, മ്യൂട്ടാബിലിസ്, അതേപോലെ ഹിസ്പിഡിസിമസ്, ഇങ്ങനത്തെ അതിൽ വരുന്ന എല്ലാ സ്പീഷീസുകളും അതിന്റെ മാർജിനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മൾ ആ പേജിലുള്ള ജീനസിനെ മാർജിനിലുള്ള സ്പീഷീസ് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈനോമിയൽ കിട്ടും, ഒരു പെർട്ടിക്കുലർ ബൈനോമിയൽ കിട്ടും. അങ്ങനെയാണ് ലിനേസ് സ്പീഷീസ് പ്ലാന്റാരത്തിൽ ബൈനോമിയൽ നോമക്ലേച്ചർ അപ്ലൈ ചെയ്തത്. സ്പീഷീസ് പ്ലാന്റാരം, because of the consistent use of binary names, provides the starting point for modern botanical nomenclature under international code. ഇന്റർനാഷണൽ കോഡ് എന്ന് പറഞ്ഞത് ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമക്ലേച്ചർ. കോഡ് അനുസരിച്ചിട്ട് ബൈനോമിയൽ നോമക്ലേച്ചറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ലിനേസിന്റെ സ്പീഷീസ് പ്ലാന്റാരം പബ്ലിഷ് ചെയ്ത വർഷമാണ്, അതായത് 1753. അതിന് കാരണം എന്താ? ഫസ്റ്റ് ടൈം സ്പീഷീസ് പ്ലാന്റാരത്തിലാണ് ബൈനോമിയൽ നോമക്ലേച്ചർ അപ്ലൈ ചെയ്തത് ബൈ ലിനേസ്. അതുകൊണ്ട് തന്നെ ലിനേസിന്റെ സ്പീഷീസ് പ്ലാന്റാരാണ് ബൊട്ടാണിക്കൽ നോമക്ലേച്ചറിന്റെ അല്ലെങ്കിൽ ബൈനോമിയൽ നോമക്ലേച്ചറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ലിനേസിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? ഒന്ന് ബൈനോമിയൽ നോമക്ലേച്ചർ, 2 സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ്, സിസ്റ്റമാ നാച്ചുറെ, ജനറ പ്ലാന്റാരം, സ്പീഷീസ് പ്ലാന്റാരം, എക്സെട്ര. ഇനിയുണ്ട് കോൺട്രിബ്യൂഷൻസ്, അത് നമ്മൾ വഴിയെ പഠിക്കും. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. 4ാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ
ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പിന്റെ ബേസിൽ ചെയ്ത ഒരു ക്ലാസിഫിക്കേഷനാണ്. ജോൺ ഹച്ചിൻസൺ ബ്രിട്ടീഷ് ബൊട്ടാണിസ്റ്റ് ആണ് ആൻഡ് ഹി വാസ് എ കീപ്പർ ഓഫ് ക്യൂ ഹെർബേറിയം. റോയൽ ബൊട്ടാണിക് ഗാർഡൻ ക്യൂ, ആ ക്യൂവിന്റെ ഹെർബേറിയം കീപ്പർ ആയിരുന്നു ജോൺ ഹച്ചിൻസൺ. He first proposed his classification of angiosperm in his book The Families of Flowering Plants. The Families of Flowering Plants എന്ന് പറഞ്ഞ ബുക്കിലാണ് ഫസ്റ്റ് ടൈം ഹച്ചിൻസൺ അദ്ദേഹത്തിന്റെ എവല്യൂഷണറി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹച്ചിൻസൺ, ഡബിൾ പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താ, കാലിക്സ് ആൻഡ് കൊറോള, ബൈസെക്ഷുവൽ കണ്ടീഷൻ, അതായത് ഒരു ഫ്ലവറിൽ ആൻഡ്രീഷും ഗൈനീഷും പ്രസന്റ് ആണെങ്കിൽ, വിത്ത് വുഡി ആർബോറിയൽ ഹാബിറ്റ് ആർ കൺസിഡേർഡ് മോസ്റ്റ് പ്രിമിറ്റീവ്. ഹച്ചിൻസന്റെ വ്യൂ പ്രകാരം കാലിക്സും കൊറോളയുള്ള ബൈസെക്ഷുവൽ ആയിട്ടുള്ള വുഡി ആർബോറിയൽ ഹാബിറ്റ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ എന്താണ്, പ്രിമിറ്റീവ. ആർബോറിയൽ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ട്രീ ലൈക്ക്, വുഡി ട്രീ ലൈക്ക് ഹാബിറ്റ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ എന്താണ്, primitive ആണ്. He divided seed plants into two phyla. Phanerogams അല്ലെങ്കിൽ seed plantsനെ ഹച്ചിൻസൺ ഡിവൈഡ് ചെയ്തത് രണ്ട് ഫൈല ആയിട്ടാണ്. Phylum 1 Gymnospermae and Phylum 2 Angiospermae. And again he divided these two phylas into subphylas. Phylum Angiospermae has been further divided into two subphylum. Subphylum 1 Dicotyledons and Subphylum 2 Monocotyledons. Phylum Angiospermae വീണ്ടും രണ്ട് സബ്ഫൈൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു, Dicotyledons and Monocotyledons. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു ഔട്ട്ലൈൻ. നിങ്ങൾക്ക് ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഔട്ട്ലൈനെ പഠിക്കാനുള്ളൂ. സീഡ് പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തു ഇൻടു ടു ഫൈലം, ജിംനോസ്പെർമെ ആൻഡ് ആൻജിയോസ്പെർമെ. ആൻഡ് ജിംനോസ്പെർംസ് നമുക്ക് പഠിക്കാനില്ല, നമ്മൾ ആൻജിയോസ്പെർംസിന്റെ സിസ്റ്റമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. സോ നമ്മൾ ജിംനോസ്പെർമിനെ കുറിച്ചിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫൈലം ആൻജിയോസ്പെർമയിലേക്ക് നോക്കുക. ഫൈലം ആൻജിയോസ്പെർമനെ രണ്ട് സബ് ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? സബ് ഫൈലം ഡൈക്കോട്ടിലിഡൻസ് ആൻഡ് സബ് ഫൈലം മോണോകോട്ടിലിഡൻസ്. ദെൻ സബ് ഫൈലം ഡൈക്കോട്ടിലിഡൻസിനെ അഗൈൻ ഡിവൈഡ് ചെയ്തു രണ്ടായിട്ട്, ഡിവിഷൻ ലിഗ്നോസെ ആൻഡ് ഡിവിഷൻ ഹെർബേഷ്യ. ആൻഡ് സബ് ഫൈലം മോണോകോട്ടിലിഡൻസിനെ അഗൈൻ ഡിവൈഡ് ചെയ്തു മൂന്ന് ഡിവിഷൻസ് ആയിട്ട്, ഡിവിഷൻ കാലിസിഫെറെ, ഡിവിഷൻ കൊറോളിഫെറെ ആൻഡ് ഡിവിഷൻ ഗ്ലൂമിഫ്ലോറെ. അപ്പൊ ഇതാണ് ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു ഔട്ട്ലൈൻ. സോ നമ്മൾ രണ്ട് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബ്രീഫായിട്ട് പഠിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ലിനേസിന്റെ സെക്ഷുവൽ സിസ്റ്റം, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഹച്ചിൻസൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും. നെക്സ്റ്റ് നമ്മൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ള ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ പഠിക്കും. താങ്ക് യു.